ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബൺ മസ്കായും ഇറാനി ചായയും ആണ് ഉണ്ടാക്കുന്നത്. ഇറാനി ചായ ഒന്നുമറിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതുപോലത്തെ ബണ്ണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ 2 ബണ്ണാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കഴിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ കഴിക്കണം തോന്നിയാൽ കഴിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് ബട്ടർ, അത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ബിസ്ക് ആവശ്യമുണ്ട്, സ്പൂൺ 2 ആവശ്യമുണ്ട്. പിന്നെ ബണ്ണ് മുറിക്കാൻ വേണ്ടിയിട്ട് കത്തി, പിന്നെ 2 പാത്രങ്ങൾ അതിന് ആവശ്യമാണ്. പിന്നെ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ച് ഇതിനകത്താണ് നമ്മൾ ഈ ക്രീം ശരിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ പരിപാടി തുടങ്ങി. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ ബട്ടർ സ്ലൈസ് ചെയ്യില്ല. സ്ലൈസ് ചെയ്തിടുവാണെങ്കിൽ ഇത് അലുത്ത് വരാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന കേട്ടോ, ഇപ്പൊ തന്നെ ഒന്ന് അലുത്ത പോലെ ആയിട്ടുണ്ട്. അതിനാ വെളിയിലെടുത്ത് വെച്ചിരുന്ന ഫ്രിഡ്ജിൽ അലുക്കാൻ എളുപ്പമുണ്ടല്ലോ. ഫ്രിഡ്ജിൽ ഇരുന്ന ഭയങ്കര കട്ടയായിരിക്കും. ഒന്നും എടുത്ത് വെച്ചാണോ? പകുതി പോലെ. അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി ഇടാം കേട്ടോ. ഇത് എത്ര ഗ്രാമാ? ഇത് 100 ഗ്രാമിൻ്റെയാണേ. 100 ഗ്രാമിന്റെ ബട്ടർ ഇവിടെ വരെ എടുക്കാം അല്ലേ? സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൈ കൊണ്ട് എടുക്കണ്ടല്ലോ, സ്പൂൺ കൊണ്ട് എടുക്കാത്തിട്ട് ഇട്. നമുക്ക് ആദ്യം ഇതിന്റെ പകുതി എടുത്തിട്ട് നോക്കാം, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കൂടി ഇടാം. മതി. ഇനി ഇത് നമുക്ക് ബണ്ണും കൂടെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാലേ നല്ലപോലെ വെള്ളം പോലെ ആവും. ചൂട് പൊട്ടിപ്പോയല്ലേ? അപ്പം നീ കൊണ്ട വെച്ചിട്ടുണ്ടോ? പിന്നെ നമുക്കിനി മിൽക്ക് മെയ്ഡും കൂടെ പൊട്ടിക്കാം. ഇങ്ങോട്ടായിരുന്നോ? അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കളിക്കണം. എന്നെ പൊട്ടിപ്പോകും. ഇങ്ങോട്ട് വിളിക്കണം. ഇങ്ങോട്ട് പൊട്ടിയിടണം. ഇപ്പൊ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കുട്ടി വരാൻ ഇച്ചിരി മാറായിരിക്കും. എന്റെ മേലെ കുട്ടി ഇച്ചിരി പിടിക്കാല്ലേ? 2 3 നോക്കിയിട്ടെടുക്കാം. അടച്ചു വെക്കാം അല്ലേ? അപ്പൊ ഇതിന് ബാക്കി അടച്ചു വെക്കാവേ. ബീറ്റ് ചെയ്യാം. കൈ മാറ്റിക്കേ. അതവിടെ ഇന്നോടെ കുഴപ്പമില്ല, നമ്മൾ അവിടെ മാറ്റേണ്ട മതി. ഇതിന്റെ കട്ടയെല്ലാം നല്ല ഉടച്ചെടുക്കും. നിലത്ത് വെച്ച് അത് നമ്മളെ നോക്കാം. ഈ പരുവത്തിനാക്കി എടുക്കണേ. ഇത്രയും നൂല് പരുവത്തിനാക്കി ഇത്
ഹീറ്റ് ചെയ്തെടുത്തേക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇടുവല്ല, മണ്ണിനകത്തേക്ക് പിടിപ്പിക്കാം. ബണ്ണ് നമ്മളെടുത്തു. ഇനി ഇത് നടുവേ മുറിക്കണം. അടിയിൽ വെച്ചാണോ നടുക്കല്ലേ? നടുക്കല്ലേ, അടി മതിയിടാ. ആണോ? ഉള്ളു മുറിക്കണ്ടായിരുന്നോ? ഞാൻ മുറിച്ചു. ഇത് നമ്മളിങ്ങനെ മുറിച്ചിട്ടുണ്ടേ. ഒടുവിൽ ഇതെല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ട് എടുക്കാം. അടുത്ത് നമ്മൾ കുളന്നിട്ടുണ്ട്. വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ബാക്കി വയ്ക്കാം. ഈ ഒരു പണിന് നല്ല കട്ടി കേട്ടോ. ഇതിനൊന്നും അത്ര കട്ടിയില്ലായിരുന്നു. ഇതിന് നല്ല കട്ടി. ഇവിടെ അവിടെ വെച്ചേ. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയേക്കുന്ന ഇതെടുക്കുക. ഇതിനകത്തേക്ക് തേച്ച് കൊടുക്കും. കയ്യേ പറ്റുള്ളൂ. സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് പിന്നെ അത് ശരിയായില്ല. എന്ന് പറഞ്ഞ് എടുക്കണ്ട. എല്ലാം കൂടെ ഒന്ന് ചാക്കിയിട്ട് വലുതിനകത്ത് ഇട്ടായിരുന്നു. ഇതിനകത്ത് വരട്ടിയല്ലോ. അപ്പൊ നമ്മുടെ നാലാമത്തേത് എടുത്ത് വരട്ടിക്കാൻ പറ്റുവാണേ. കുറച്ചവിടെ ഇരുന്നേ, കൈ തട്ടുന്നു. അവിടെ ഇരിക്കുക. തരാം. കുറച്ച് വെജം വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കാൻ കഴിച്ചിട്ട് വേണം. അപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുവാണേ. സൈഡിൽ അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ തൂക്കാം. അവിടെയൊക്കെ അവിടെ ആവും. അവിടെ ഇരുന്ന് എനിക്കൂടി അവിടെ ഇരിക്കുക. ഇന്നലെ തരില്ല. തന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ ഉടനെ ഇതിനകത്തിരിക്കട്ടെ അല്ലേ. ഇനി നമുക്ക് ചായയും കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ചായ ഉണ്ടാക്കാനുള്ള പണിയാണ് കേട്ടോ. നമ്മുടെ തന്നെ പശുവിൻ്റെ പാലാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പാലെടുക്കുവാണ്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ പാലടുപ്പത്ത് വെച്ചു. അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക്
കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തേക്കുന്ന ചായപ്പൊടി ഇതേ ഹോംവുഡ് ദ ഒറിജിനൽ എന്ന് പറഞ്ഞ കാർഡമം ടീയുടെ ആണേ. ഇത് നമ്മൾ മൈസൂരിൽ നിന്ന് വാങ്ങിച്ച ചായപ്പൊടിയാണേ. ഇത് നല്ല ഏലക്കായുടെ ഒക്കെ ടേസ്റ്റ് ഉള്ള നല്ല പെർഫെക്റ്റ് ചായപ്പൊടിയാണ്. മൈസൂർ ഊട്ടിയാ. ഇതിനകത്തൊരു സ്റ്റാർ ഇട്ട് കൊടുക്കുന്നുണ്ടേ, എന്താ പറയുന്ന തക്കോലോ. പിന്നെ നമ്മൾ ഇതിനകത്ത് കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി, അല്ലേ ഭയങ്കര ചുവയായിരിക്കും. എന്നിട്ട് ഒന്ന് ഇളക്കുവാണേ. ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. നമ്മളിപ്പോൾ ചായ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, തിള വരുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ഇടാൻ പോണേ. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇടണം. ഒരുപാട് പഞ്ചാര ഇടണ്ട, ചായ ആയതുകൊണ്ട് ഒത്തിരി പഞ്ചാര ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു രസമില്ല, ഒരു സുഖമില്ല. തന്നെയല്ല, നമ്മൾ കഴിക്കുന്ന ബണ്ണിനകത്ത് നന്നായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് നല്ല മധുരമുണ്ട്. പിന്നെ ബണ്ണിന് നല്ല മധുരമുള്ളതായിരുന്നു. അപ്പം അതിനനുസരിച്ച് നമ്മൾ ചായക്ക് മധുരം ഇട്ട് കൊടുത്താൽ മതി. ഈ പാത്രം കിടന്ന് ഇളകുന്ന സൗണ്ട്. മിൽക്ക് മെയ്ഡും കൂടെ ഇനി ചായക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാണേ. കുറച്ച് മതി. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീനുകുട്ടിയാണെങ്കിൽ ചായ കുടിക്കാനും ബണ്ണ് കഴിക്കാനും നോക്കിയിരിക്കാം, അല്ലേ മീനുകുട്ടി? അപ്പം നമ്മുടെ ചായ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യണം. അപ്പം നല്ല ഏലക്കായുടെയും കറുവപ്പട്ടയുടെയും ഒക്കെ ഒരു സ്മെല്ലും കൂടെ വരുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാന്ന് തോന്നുന്നു പതഞ്ഞ് പൊങ്ങി ചാടാത്തല്ലേ. ഇനി നിർത്തിയേക്കാം. ഇനി ചായ നമുക്കൊന്ന് അരിപ്പയ്ക്കകത്തൂടെ അരിച്ചെടുക്കാം. നമ്മുടെ സ്റ്റാറ്, പിന്നെന്താ മറ്റേ കറുവപ്പട്ട എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല മണമുണ്ടല്ലേ. ചായ കപ്പിലേക്ക് എടുത്തു. നല്ല ചൂടാണ്. ആ കറുവപ്പട്ടയുടെയൊക്കെ മണം എടുത്ത് നിൽക്കുക കേട്ടോ. മധുരം കൂടുതലുണ്ടോയെന്ന് അറിയത്തില്ല, കാരണം നമ്മൾ ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചായിരുന്നു. നമുക്ക് നോക്കാം ഏതായാലും. അപ്പം നമ്മുടെ ബൺ മസ്കായും ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാൻ പാടല്ലേ. നമ്മൾ ഇന്നാള് കഴിച്ചില്ലായിരുന്നു ഒരു കല്യാണത്തിന് പോയത്, വൈകുന്നേരം ഫംഗ്ഷന് പോയത്. എങ്ങനെയുണ്ട് നോക്കട്ടെ. നല്ല മധുരല്ലേ. ഒന്നാമത് ഈ ബണ്ണിന് നല്ല മധുരമാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങും കൂടെ ആക്കുമ്പോഴത്തേക്കും ഭയങ്കര മധുരമാണ്.
മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സാധനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ.